ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക, പ്രേമമാണ് മറ്റേ ഭയങ്കര അങ്ങനത്തെ യാതൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല. പൈങ്കിളിയില്ല. അത് പല നായികമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ ഇല്ലാതാവും എന്നൊക്കെ. അമ്പടിക്കള്ളി ഈ സാധനം എപ്പോഴേലും അമ്പടിക്കള്ളി വിളിച്ചിട്ടുണ്ട്? എന്നെ വിളിച്ചിട്ടില്ല. സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര തീക്ഷ്ണമായ കണ്ണുകളാണ് സാറിൻ്റെ. അതായത് നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ചുഴിഞ്ഞെടുക്കാൻ പറ്റും പാകത്തിലുള്ള അത്രയും തീക്ഷ്ണമായ നോട്ടുള്ള ആളാണ്. പുള്ളി സിനിമയിലും കാണാം അങ്ങനെ ചില നോട്ടൊക്കെ കണ്ട ആൾ പേടിക്കും. സമഗ്രമായ വിദ്യാഭ്യാസവും സുരക്ഷിതമായ ജോലിയും ആർഭാടമായിരുന്ന 70കളിൽ അവിടെ നിന്നും നടന്ന് അരങ്ങും അഭ്രപാളിയുമൊക്കെ സ്വപ്നം കണ്ടൊരു മലബാറുകാരൻ. എടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെ തന്റേടിയായ മകൻ. അതുവരെ അയാൾക്ക് സ്വന്തമായിരുന്ന അധ്യാപകന്റെ അച്ചടക്കമുള്ള ഐഡന്റിറ്റിയിൽ നിന്നും അച്ചടക്കം അടിമത്തം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അയാളെ അനായാസം ആവാഹിച്ചെടുത്തു മലയാളികളുടെ സ്വന്തം അക്ഷര മാന്ത്രികൻ MT വാസുദേവൻ നായർ. ഓരോ സംഭാഷണങ്ങളിലും ഒരു മഹാസാഗരമൊളിപ്പിക്കുന്ന MTN സ്കൂളിലെ ആ വിദ്യാർത്ഥി ആ സവിശേഷമായ സംഭാഷണ ശൈലി തന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി തന്നെയാക്കി മാറ്റി. വ്യവസ്ഥിതികൾക്കെതിരെയും വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുവാൻ പിന്നീട് മലയാളത്തിന്റെ വെള്ളിത്തിര കണ്ട എക്കാലത്തെയും വലിയ നടൻ. ക്ഷുഭിത യൗവനം എന്ന വാക്കിന് 70കളുടെയും 80കളുടെയും ബ്രാൻഡ് അംബാസിഡർ, നടനും നിർമ്മാതാവുമായി മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താര സൗകുമാര്യം. ഓർമ്മയിൽ എന്നും സുകുമാരൻ. ഹൃദയസഖി നീ അരികിൽ വരൂ. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ, അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. അപ്പന്റെ തറവാട്ടു മഹിമയും വെച്ച് കാശുള്ള അലയൻസിന് പോകാത്ത ഞാൻ ഒരു മണ്ടനോ ഭ്രാന്തനോ ഒക്കെ ആയിരുന്നു ബന്ധുക്കളുടെ കണ്ണിൽ. 4 കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതിനുള്ളൊരവസരം മാത്രമാണ് അയാൾക്ക് അനുവദിക്കപ്പെടുന്ന ജാമ്യം. ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പുകുട്ടൻ നായരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ വെച്ച് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. ഈ പ്രോജക്ടിനെ ഈ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പാണ്. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനായിരുന്നു. പെൺകുട്ടികൾക്കും അങ്ങനെയായിരുന്നു. അയ്യോ അതൊന്നും പറയണ്ട. സുകുമാരൻ സാറിന്റെ ഓർമ്മകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആദ്യം അതിഥിയായി എത്തുന്നത് ഓർമ്മകളെ ഊർജമാക്കിയ ഒരാൾ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. നമസ്കാരം. 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 ഓർമ്മയിൽ എന്നു പറയുന്ന ഈ പരിപാടിയിൽ ചേച്ചി വരുമ്പം ഒരു വലിയ കൗതുകം. ഒരുപാട് മലയാളികളുടെ വിചാരം, ഞാൻ ഉൾപ്പെടെ അടുത്ത കാലത്ത് വരെ ഈ സുകുമാരൻ സാർ ഒരു തിരുവനന്തപുരംകാരനാണ് എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട്. എടപ്പാളാണ് എടപ്പാളാണ്. ശുഗപുരം ജംഗ്ഷനിലാ താമസം. ചേച്ചി തിരുവനന്തപുരത്താണ്? അല്ല, ഹരിപ്പാട്. അതെ, പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത്. അതാണ് സുഗോട്ടനെ അങ്ങനെ തോന്നാൻ കാര്യം. സുഗോട്ടനെയും പഠിത്തമൊക്കെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു. പുള്ളിയുടെ ഒരു തിരുവനന്തപുരം വിഹാരം ഉണ്ടായിരുന്നത്. ഈ പരിപാടി തുടങ്ങുമ്പം നമ്മൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് കണ്ടതോ ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും, ഞങ്ങൾക്കറിയില്ല. അല്ല, അത് ഓർമ്മിക്കാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പെങ്ങളും ഞാനും കൂടെ 5ാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോൾ അങ്ങനെ സതിയുടെ കൂടെ ഇദ്ദേഹം സിനിമാ നടനായിട്ട് കാണുന്നതിന് മുമ്പേ ഞാൻ സതിയുടെ പിറന്നാളിന് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റെ മൂത്ത ബ്രദർ, രണ്ടാമത്തെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇദ്ദേഹം ഇങ്ങനെ ലെക്ചർ ഉദ്യോഗമൊക്കെ കളഞ്ഞേച്ച് സിനിമയെ വരുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കണ്ടിട്ടുണ്ട്. MA ഇംഗ്ലീഷോ മറ്റേ ആയിരുന്നില്ലേ?
ലിറ്ററേച്ചർ MA ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് LLB പാസ്സായി. LLM പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, വിദ്യാഭ്യാസം ജോലി എന്നൊക്കെ പറയുന്നതാണ് വലിയ പാട്. ആ സമയത്ത് ഒരാൾ സിനിമയിട്ട് പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും അതെ, എന്താ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അതെ. അത് അന്ന് തന്നെ ഇപ്പോൾ ഈ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഒരു ലെക്ചറായിട്ടിരുന്ന ഒരാൾ, അതോ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരി, കാസർഗോഡ്, ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അത് പിന്നെ നമ്മുടെ സുരാസ് ഹോട്ടലില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ടാൻസാനിയയിലെ കണ്ട് ജോലി കിട്ടി, അതുകൊണ്ട് അപ്പോൾ ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു. ആ പടം സോമേട്ടനൊക്കെ ഉണ്ട്. ആ പടം കയറി അങ്ങ് ഹിറ്റായി. ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പടം വന്നു. പിന്നെ പൂർണ്ണമായിട്ടും സിനിമയിലേക്കായി. അപ്പം സിനിമയ്ക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് പറയേണ്ടതുണ്ട്. സുമാന സാറുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സൗഹൃദമുള്ള ആത്മബന്ധങ്ങളുള്ള ഒരുപാട് പേർ ഇനിയും നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി ചേച്ചി, ഇപ്പോൾ ഒരാളോട് മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംസാരിച്ചത്, എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് ചിന്തിക്കാൻ പറ്റും. അതിനൊരു കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇവിടും ബാക്കിലോട്ട് 70കളുടെ സമയത്ത് ഒരു 10ഓളം സിനിമകൾ മിനിമം ആ സമയത്ത് ഒന്നിച്ചില്ല, അടുപ്പിച്ച് 10ലധികം സിനിമകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പരിപാടി എങ്ങനെയാണ്? അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്, അതുണ്ട്. മദ്രാസിന്റെ നമ്പർ വരെ എനിക്ക് കാണാപ്പെടാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രേമിക്കുന്ന ആളെ പോലെ അഭിനയിക്കുക, പ്രേമമാണ്, മറ്റേ ഭയങ്കര അങ്ങനത്തെ യാതൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല. പൈങ്കിളിയില്ല. അത് സത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പൈങ്കിളി വരുത്തേ ഇല്ല. അതിപ്പോൾ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അതെ. അത് പല നായികമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഒക്കെ ഇല്ലാതാവും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുതിരവട്ടം പപ്പൂട്ടനും ഞാനും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എന്നെ ഉപദേശം, കുറച്ച് നാളായില്ലേ അച്ഛനെയും അമ്മയും കണ്ടിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് വിരുദ്ധ ഇവർക്കെന്താ എൻ്റെ അച്ഛനുമായിട്ട് ഇത്ര വലിയ അടുപ്പം എന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ഞാൻ ആ ഒരു മാനസിക വിഷമത്തിൽ കഴിയുകയാണ്. അന്ന് ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. ഞാൻ സത്യമാണ്, എനിക്ക് കാണണം, അച്ഛനെയും അമ്മയും കാണണം. നിങ്ങൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ട്. അപ്പോൾ ഏതോ ഒരു സ്വപ്നം, മാളിക പണിയുന്നവർ, 2 പടം തിരുവനന്തപുരത്ത് ഒന്നിച്ച്. അന്നൊരു ഹോട്ടലുണ്ട്, പാരമൗണ്ടോ തമ്പാനൂരങ്ങാട്ട്, എൻ്റെ പേരങ്ങനെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ എത്തി, മെറിലാൻഡ് ഷൂട്ടിങ്. അങ്ങനെ ആ സമയത്ത് തമ്പി സാറാണ് സത്യം പറഞ്ഞാൽ ചെന്ന് സുവോട്ടൻ്റെ സകല കഥകളും ആദ്യം കേൾക്കുന്നത്. അപ്പോൾ അവരോട് പറയണം, പോയി അതൊക്കെ പറയുന്നിട്ടല്ലോ ഇവിടെ അടിക്കാൻ വരുന്നല്ല പറയുന്നത്, നിങ്ങൾ പോകണം, വളച്ചാമയമായി കാണണം, പിന്നെ വെറുതെ ചുമ്മാ ചിലതൊരു പെണ്ണാവും എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മുടെ വീട്ടിലെ കാരണവന്മാരാണ്ട് നമ്മളെ ശാസിക്കുന്ന പോലെ ആയിരുന്നു സംസാരം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒരു 4.5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി, ഒരു പച്ച അംബാസഡർ KRT 699, അതിൽ കയറി. ഇതാണ് ഓർമ്മയിലെന്നും പറയുന്നത്, നമ്പർ ഉൾപ്പെടെ. തീർച്ചയായിട്ടും അതെ. തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ ട്രാൻസ്പോർട്ടിൽ സുവോട്ടം തന്നെ ശ്രമിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കോട്ടയത്തുകാരനാണ്. ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോന്നു. അച്ഛനെയും അമ്മയും ചെന്ന് കാണുന്നു, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. എൻ്റെ അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ടൊരു പെട്ടെന്നങ്ങ് താഴെ ആളല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. ശരി, എന്താ പരിപാടി? നല്ല പരിപാടി, ഞാനിപ്പോൾ ഇവിടെ തമ്പിച്ചേട്ടന് 2 പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ നല്ല വരികയോ, ഹരിപ്പാടാണ്, എൻ്റെ അമ്മ ഹരിപ്പാട്ടുകാരിയാണ്. ഹരിപ്പാട്ട് അമ്മയുടെ തറവാട് എല്ലാവർക്കും അറിയാം, കോട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയൂ, ഞങ്ങൾ സംസാരിക്കാം. പറഞ്ഞു ഹോട്ടലിൽ നിൽക്കണ്ട, അവളെൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞു, ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടവരോടൊന്ന് സംസാരിക്കാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. എന്തിനു പറയുന്നു ഈശ്വര. പിറ്റേ ദിവസം ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെല്ലുക. അതാരോ പറയുന്ന പോലെ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പിന്നീട് ഈ സാഹിത്യകാരന്മാരുടെ പലതും വായിക്കുമ്പോൾ, രചനകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, മനസ്സിങ്ങനെ നിർവൃതി അടഞ്ഞു, പൊട്ടി എന്നൊക്കെ പറയുന്ന വികാരങ്ങളൊക്കെ ചില സ്ഥലങ്ങള് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അത്രയും വെയിറ്റ് ഉള്ളൊരു വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ കിട്ടില്ല. ശരി, സത്യം. എങ്ങനെയാണ് ഇതിനെ പറയേണ്ടതെന്നറിയില്ല. കാരണം അമ്മ ഒരു ഭാഗത്തൂടെ കരഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട്, അച്ഛൻ വളരെ ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്.
ഏതായാലും എല്ലാവരും പറഞ്ഞു ആ ശരി നിൽക്ക് അവിടെ നിന്ന് മര്യാദയ്ക്കൊക്കെ നിന്നാട്ടെ കേട്ടോ, ഏതായാലും നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതൊക്കെ ഒരു പ്രായത്തിൻ്റെ ഒരു അപക്വമായ എടുത്തുചാട്ടങ്ങളിലൂടെ ഉണ്ട്, സാരമില്ല. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ വീട്ടിൽ താമസമായി. ഒരു മാസം കഴിഞ്ഞപ്പം നീലക്കണ്ണുകൾ ഗോപകുമാറിൻ്റെ ഒരു പടം നടക്കുന്നത് നെല്ലിയാമ്പതിയിൽ നീലക്കണ്ണുകൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ സുമാരനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ കാണാൻ എന്നൊക്കെ. അപ്പം അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. വന്നത് രംഗമൊക്കെ ആയിരുന്നു, സത്യത്തിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം അതൊക്കെ. പിന്നെ എഴുത്തുകാർ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞൊരു ഫോണ് വന്നു. ജുബ്ബ, അദ്ദേഹം ഈ ജുബ്ബ ഇങ്ങനെ തെറുത്ത് കയറ്റി വയ്ക്കുമല്ലോ 2 സൈഡും വെച്ച് ഒരു സ്വർണ്ണ ചെയിനൊക്കെ കഴുത്തത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്നെ അത് വരെ മൂത്ത ചേച്ചി അവിടെ വീട്ടിൽ. അപ്പോൾ ചേച്ചി ചോദിച്ചു ഇയാളെ കണ്ടിട്ടൊരു നമ്പൂതിരി ലക്ഷണം, കടലു സുമുഖരായ വെളുത്ത് സ്വർണ്ണ ചെയിനും ഒക്കെ ഇട്ട് നല്ല ആഢ്യത്തുള്ളൊരു നമ്പൂതിരി കുടുംബത്തിലെ ഒരു അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തെ ഒരു വർണ്ണനയാണ്. അപ്പോൾ വന്നു ഒറ്റയ്ക്ക്. ഞാൻ ചോദിച്ചു തമ്പി സാർ എന്ത് വരും അത്ര പറഞ്ഞു. നേരെ വീട് വരെ വന്നോ? ഒറ്റയ്ക്ക് ഇറങ്ങി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോടാണ് ഞാൻ ഇന്നാരാണ് അതാണ്. അപ്പം അതിന് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു ഇന്നാരാണ് വരുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല പരിചയം, കാരണം അന്ന് ഈ നാന സിനിമ ഞാൻ ഇന്നോരാണെന്ന് പറയാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്, അതാ പറഞ്ഞേ. അപ്പം ഈ നാനയിലൊക്കെ അന്ന് കൃഷ്ണസ്വാമി റെഡ്ഡി അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ചേട്ടനായിരുന്നു ഫാമിലി ഡോക്ടറൊക്കെ അദ്ദേഹത്തിൻ്റെ. അപ്പം അങ്ങനെ ഈ നാനയൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. പിന്നെ കൂടുതലും അദ്ദേഹം ഈ പറഞ്ഞിട്ട് MT വാസുദേവൻ നായർ സാറിൻ്റെ ഹീറോ കഥാപാത്രങ്ങളുടെ ഒരു ഭാഷയും രീതി, ആ നാട്ടുപുറമാണല്ലോ, രണ്ടുപേരും ഒരേ നാടാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടറിയാം. ചേച്ചിക്ക് പിന്നെ കണ്ടപ്പോഴും അയ്യോ സുമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴും ഇതിനാണ് വന്നതെന്ന് എൻ്റെ അച്ഛനെ അറിയില്ല. അദ്ദേഹം അത് എനിക്കൊരു സൂചന ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒന്നും അറിയാം. ഞാനിങ്ങനെ നല്ല കുഞ്ഞായിട്ട് അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. വാസത്തിൽ ആദ്യം പറഞ്ഞ അച്ഛനെ എപ്പോഴും പറയാത് വളരെ മാന്യമായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ മകളോട് ഞാനാണ് നിർബന്ധിച്ച് അച്ഛനെ അമ്മയും വന്ന് കാണണം. ഈ കുട്ടിക്ക് കുറച്ചൊരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്, എന്തിനാണ് ഇവർ ഈ സിനിമയിലൊക്കെ വന്ന് കിടന്നിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. അല്ല, സിനിമയൊക്കെ അത്യാവശ്യം ചെയ്തു, അവരില്ലെന്ന് പറയുന്നില്ല, പക്ഷേ അതല്ല അവർക്കൊരു പറ്റിയൊരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോട് ജീവിക്കുന്നതാണ് നല്ലത്. കാരണം എന്നൊക്കെ പറയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അച്ഛന് ക്ലാസ് എടുത്തു. അതെ, അപ്പം അച്ഛൻ എന്നെ വിളിപ്പിച്ചു, അല്ല ഇവിടെ വാ, എത്ര നാളായിട്ടറിയാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ ഒന്നിച്ച് അഭിനയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. PMGയിലാണ് ഈ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ സിനിമ അന്ന് കാലത്ത് ഒരാൾക്ക് സിനിമാക്കാരനെ കെട്ടിച്ചു കൊടുക്കാൻ ടാൻസാനിയ ഉൾപ്പെടെ കിടക്കുക ഇല്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ശരി, ഞാൻ അതെൻ്റെ ചേട്ടൻ ന്യൂസിലൻഡിൽ ഹീമറ്റോളജിയുടെ സ്പെഷ്യലൈസേഷനൊക്കെ ആയിട്ട് എൻ്റെ മകനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. ഇത് 1 മാസമല്ലേ ആയുള്ളൂ, ഇപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കാനുള്ളൊരു സമയം തരണം എന്ന് പറഞ്ഞു. ശരി അച്ഛാ, ഞാനിവിടെ ഉണ്ട്, 10 ദിവസം ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങാണ്, പറഞ്ഞാൽ മതി. അന്ന് രാത്രി എൻ്റെ അച്ഛൻ ചേട്ടനുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ചേട്ടൻ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തത് കൃഷ്ണസ്വാമി റെഡ്ഡിയാരും ഒക്കെ ആയിട്ട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, കുറേ സിനിമകൾ കണ്ടു. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ അന്ന് അയ്യോ ഞാൻ എപ്പോഴും പറയാം റെഡ്ഡിയാ സാറിൻ്റെ മറുപടി 2 അടിക്കുമെന്നേ ഉള്ളൂ, നല്ല പയ്യനാന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗാന്ധിയന്മാരുടെ ഈ അടി ഇല്ല. അയ്യോ, അപ്പോൾ അതൊക്കെ 2 കഴിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും നോക്കണ്ട, നല്ല ചെറുക്കന, നല്ല വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, മലബാറിലെ വലിയ കുടുംബത്തിലെ ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ആലോചിച്ചേട്ടെ, കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി ചേട്ടന്, പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ 2 അടിക്കുന്നതൊക്കെ ഞാൻ വലിയ മഹാതെറ്റാന്നൊന്നും ചേട്ടൻ പറയത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ശരി, വിളിച്ചു അച്ഛൻ. അപ്പോൾ സുഹൃത്തിൻ്റെ അച്ഛൻ വന്നു. എന്നിട്ട് ആദ്യം പറഞ്ഞത് അമ്മേനെ ഈ കല്യാണത്തിന് കൂട്ടണ്ട കേട്ടോ, കാരണം അവൾ കഴിഞ്ഞ 4 വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ടേ ഇവനിങ്ങനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിപ്പോയത്. ഇതിനാണ് പക്ഷെ അത് വെറുതെയാ. ഇത് ഞങ്ങൾ 4 വർഷം നമ്മുടെ തലയിലായി. അതെ, ഒരു കാര്യമില്ലാതെ 1 വർഷമായിട്ട് എനിക്കറിയാവും. പക്ഷേ 3-3.5 അതായത് MA കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് കല്യാണം ആലോചിക്കുക. പക്ഷേ ഒന്നും പിടികൊടുത്തില്ല, അത് വേണം ഇത് വേണം എന്നൊക്കെ വെച്ചാൽ അവസാനമായപ്പോൾ തീരെയും പിടികൊടുക്കുന്നില്ല. മിക്കവാറും സുഭദ്ര നമ്മുടെ പേര്, സുഭദ്രയ്ക്ക് ഒരുപക്ഷെ തോന്നുന്നത് ഓഹോ ഇതിനായിരുന്നല്ലേ അവൻ ഈ തെന്നി പോയത് എന്ന് തോന്നുമായിരിക്കാം, സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട്
അത് അച്ഛൻ അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അങ്ങേക്ക് സമ്മതമാണോ? പിന്നെ ആങ്ങളമാരുണ്ട്. എന്തിനാ പറയുന്നത്? അത് കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞ് ഒരു ഒക്ടോബർ 17-ാം തീയതി രാവിലെ തുലാമാസം 1-ാം തീയതി ശരി എല്ലാവരും ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര്, അതെനിക്ക് എൻ്റെ ചേട്ടന്മാർ വല്യച്ഛന്മാരോടൊക്കെ ഒന്ന് പറയണം, അവളുടെ അമ്മാവന്മാരുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് 2 പേര്. അപ്പോൾ അച്ഛനും പറഞ്ഞു, എനിക്കും അതെ, ഒരു 3-4 പേരേ ഉള്ളൂ പറയാനായിട്ട്. ഇതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ആഘോഷവും വേണ്ട, ചെറിയ കല്യാണമായിരുന്നു. ചെറിയ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അന്ന് ചേട്ടൻ്റെ വഴുതക്കാട് വേറെ ഇപ്പം അത് കൊടുത്തു. വലിയ മറ്റേ സിനിമാ നടൻ സിനിമാടി കല്യാണം ആയിട്ടില്ല. അയ്യോ, ചെറിയ പരിപാടിയായിരുന്നു. ചെറിയ പരിപാടി, വിളക്ക് കത്തിച്ച് ഒരു പലകപ്പുറത്തുമുണ്ട് നേരി ഒക്കെ വിരിച്ച് ഇരുന്ന് താലി കെട്ടി കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി എവിടാന്നറിയാം, ഒരു ചെറിയ ന്യൂസ് ഇൻഡസ്ട്രിയിൽ സുകുമാരൻ്റെ കല്യാണമാണോ മല്ലികയെ കിട്ടുന്നത് അതൊക്കെ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അന്ന് എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ പടം ഷൂട്ടിംഗ് തുടങ്ങുക കൊല്ലത്ത്. അന്നൊരു നീല ഹോട്ടലുണ്ട് കൊല്ലത്ത്, SK നായർ സാറ് മലയാറ്റൂർ സാറൊക്കെ സ്ഥിരം അവിടെ. അപ്പോൾ അങ്ങനെ പുള്ളി രാവിലെ 7:40-നും 8:10-നും ഇടയ്ക്കാണ് മുഹൂർത്തം. വിളിച്ചു പറഞ്ഞു, തോപ്പിൽ ഭാഗ സാറിനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു 10 മണിയാവും എത്താനായിട്ട്, ഞാനിപ്പോൾ ഇന്നലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ട അത്യാവശ്യ കാര്യമുണ്ട്, ഞാനിപ്പോൾ അങ്ങ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആൾ ചുമ്പ ഒരു കസവ് കൊണ്ട് ഒരു കൈലി, സാധാരണ ഷൂട്ടിങ്ങിന് പോകുന്ന സ്റ്റൈലിൽ ഒരു കൈലി എടുത്തെടുത്ത് ഒരു ഷർട്ടും ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു 10 മണിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കൈലി, അന്നൊരു പ്രത്യേക കൈലിയുണ്ട്, എനിക്കൊന്ന് പിഷാരയ്ക്ക് അറിയായിരിക്കും, ഈ ഗൾഫിൽ കിട്ടും ഇങ്ങനെ പൂക്കളും അല്ല ഉടുത്താ നിൽക്കല്ലേ ഊരി കിശി കിശാന്ന് ഒരച്ച തീ പാറും അതുപോലത്തെ കൈലി, ഒരു കൈലി ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ അമ്മ, അയ്യേ മോനെ പാപ്പയൊക്കെ അവിടെ ഇരിക്കുന്നത്, എന്തിനാ ഇപ്പോഴേ മുണ്ടൊക്കെ മാറ്റിയത്? എൻ്റെ ചോറാണമ്മേ, ഞാനേ ഒന്ന് കൊല്ലത്ത് ഷൂട്ടിങ്, അല്ല അത് പറഞ്ഞാൽ അവൾ പറഞ്ഞാൽ കൊല്ലത്ത് ഷൂട്ടിങ് ഇപ്പം പോകണോ? പോകണം എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് ചടയിൽ 2 ഇഡ്ഡലിയും കഴിച്ചേച്ച് കൈലി ഇട്ടതുകൊണ്ട് ഒറ്റപ്പോക്ക്. അതിൻ്റെ തമാശ അല്ല, അവിടെ ചെന്ന് നീല ഹോട്ടലിൽ ചെന്ന് മലയാറ്റൂർ സാറിനോടും SK നായർ സാറിനോടും പറഞ്ഞു, ചേട്ടാ പുറത്ത് വിടരുത്, ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നേരെ സെറ്റിലോട്ട് ചെല്ലുന്നു. മീന ചേച്ചി, സുമാരാ നിൻ്റെ കല്യാണം പറ്റുമായിരുന്നു വലിയ എന്താ, അല്ല ആരണ്ടൊക്കെ പറഞ്ഞു നിൻ്റെ കല്യാണം വന്നെന്ന്. അങ്ങനെ വഴിയെ പോകുന്നവർ എന്തെല്ലാം പറയും ചേച്ചി, പിന്നെ കല്യാണം രാവിലെ കല്യാണത്തിന് പോയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം സുന്ദരമായിട്ട് അതങ്ങ് തഴഞ്ഞ് ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞില്ല. ചില ആളുകൾ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയർ ജീവിതത്തിൽ കൊണ്ടുവരാറില്ല. ചിലര് സിനിമാ നടനാണ്, അല്ലെ സിനിമയുടെ എഴുത്തുകാരനാണ്, സംവിധായകനാണെന്നുള്ളതൊക്കെ സിനിമ ലൊക്കേഷനിൽ പോയി തപ്പിയെടുത്ത് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഇയാള് സിനിമയ്ക്കുള്ളിൽ പെട്ട ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇനി വരാൻ പോകുന്നത്. സുകുമാരൻ സാറുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ്. MT വാസുദേവൻ നായർ സാർ എഴുതി കൊടുത്ത പോലെ പിന്നീട് കുറെ നെടുനീളം ഡയലോഗുകൾ അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനീ പറഞ്ഞത് ആ എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയധികം സിനിമകളുടെ തിരക്കഥ എഴുതിയ ഒരാളാണ് നമുക്ക് തോന്നാതെ നടക്കുന്ന ഒരാളാണ്. പൂർവ്വം കഥാപാത്രങ്ങൾ സ്വാമി എറണാകുളം ശിവക്ഷേത്രത്തിൽ 2 പേരേ ഉള്ളൂ സിനിമാക്കാർ പണ്ട്. ഒരാളിപ്പോ ഇല്ല, ജയറാം സ്വാമി, ഒന്ന് പിന്നെ നമ്മുടെ SN സ്വാമി സാർ. ശിവനെ കാണാൻ പോയാൽ സ്വാമിയും കൂടെ കാണും. സ്നേഹപൂർവ്വം നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിരവധി അനവധി സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥയും സംഭാഷണം ഒരുക്കിയ പ്രിയപ്പെട്ട SN സ്വാമി സാർ. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്ന സ്വാമിയൊക്കെ കാണുമ്പോഴാണ് സത്യത്തില്. CBI ഡയറി ഗ്രൂപ്പിലല്ലേ ആദ്യമായിട്ട് സുഖേട്ടനായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്? 3-ാം മുറയിലാണ് ഒന്നിച്ച് വരുന്നത് അല്ലേ? അത് കഴിഞ്ഞ് കുറച്ചധികം സിനിമകളിലില്ലേ സ്വാമി സാർ? സിനിമയിലുണ്ട്, ആ സിനിമകളിലുണ്ട്. ഓഗസ്റ്റ് 1-ലുണ്ട്, ജാഗ്രതയിലുണ്ട്, കാർണിവലിലുണ്ട്, പിന്നെ ഇതിലുണ്ട് അടിക്കുറിപ്പ്. കുറച്ച് സിനിമകളുണ്ട്. സുഖേട്ടൻ, ഞാൻ വെറുതെ നേരൊരു തുടക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ്, ഈ സ്വാമി സാറിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മറ്റേ അയ്യരെ സ്വാമി എന്ന് വിളിക്കുന്നുണ്ടല്ലോ അതിനകത്ത്? കാരണം ബാക്കി ആരും അങ്ങനെയൊന്നും വിളിക്കുന്നതിന് സുഖമായിട്ട് പറയണേ. ഒരേ തവണ ചക്ക വീണ് മോലിയെത്തെന്നും പറഞ്ഞ് സ്വാമി എന്നും പറഞ്ഞ് സ്ഥിരം പറയുന്നുണ്ട്. അത് ആ സുഖുവേണ്ട ഒരു സ്ലാങ്ങിന്റെ സുഖം വേറെയാണ്. അതായത് പ്രത്യേകിച്ച് ചില ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ സുഖേട്ടൻ ചില രീതിയിൽ അത് പ്രസന്റ് ചെയ്യും. അത് മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മൂപ്പരത് ഒരു പുള്ളിക്ക് അങ്ങ് ഇഷ്ടമായാലുണ്ടല്ലോ തകർക്കും. കുത്തും കോമയും. ഈ ഓഗസ്റ്റ് 1-ലല്ലേ മുഖ്യമന്ത്രി? അതെ അതെ. അതില ഒരു വളരെ ഫേമസ് ഡയലോഗുണ്ട്,
മമ്മൂട്ടിയും സുഖമായിട്ടും. അതായത് ഒരു കാറിൽ കയറാൻ നിൽക്കുന്നിടത്താണോ ആ. ഒരാൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഒരാൾ ചാവാൻ തുനിഞ്ഞിറങ്ങിയാൽ മമ്മൂക്കയായിട്ട് 1 2 3 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ തർക്കമാണ് അല്ലേ? അത് അവര് ക്ലാസ്മേറ്റ്സും ആയിരുന്നു ആ പടത്തിൽ, പറയണം നമ്മള്. ഒരുപാട് പടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഈ സിനിമയ്ക്കപ്പുറം ഉള്ള സൗഹൃദം അങ്ങനെ ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ട്. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിരിക്കും ലാസ്റ്റ് സുഖേട്ടൻ്റെ കൂടെ എനിക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മാക്ടയുടെ ഓഫീസിൽ നിന്ന് ഞാൻ മാക്ടയുടെ സെക്രട്ടറിയാണ്. അവിടെ വന്നു. അവിടെ കുറേ നേരം ഒരു ഉപചാരമൊക്കെ നടന്നതിന് ശേഷം ഞാനും ജോഷിയും കൂടെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത്. പൊതുവേ ഈ ഞാനങ്ങനെ പരിചയപ്പെട്ടിരുന്നില്ല, പക്ഷെ എൻ്റെ KTVയിൽ വളരെ ഈ നമ്മളെപ്പോഴും ഈ നിഷേധിയാണ്, തൻ്റെടിയാണ്, അങ്ങനെ ഒരു മാർക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അത്രയും വലിയൊരു നിഷേധി എനിക്കതൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നിഷേധി എന്നൊക്കെ പറയാൻ തക്കോണ്ട് ഉണ്ടാവും. ഉള്ള കാര്യം തുറന്നു പറയും. ഇപ്പൊ രാജു ആ ടൈപ്പാ. രാജുവിന് അങ്ങനെ ഒളിച്ചു കളിയൊന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയും. അതിനെന്താ തെറ്റ്? തെറ്റെന്ന് ചോദിക്കുന്നത് കേൾക്കാൻ മനസ്സുള്ളവരോട് പറഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് തെറ്റായി പോകും. മമ്മൂട്ടി എന്ന് പറഞ്ഞാലും വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് മല്ലു ചേച്ചി, ഞാൻ ഇടയ്ക്ക് ഞാനൊരു ചോദ്യമായിട്ട് ആലോചിച്ചൊരു കാര്യമാണ്. അതിപ്പം സ്വാമി സാർ വന്നതിനും ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് സുഖു സാറ് വളരെ ഓപ്പണായിട്ട് പച്ചയ്ക്ക് കാര്യം തുറന്നു പറയുന്ന ആളാണ്. അതേ സ്വഭാവമാണ് മല്ലു ചേച്ചി. എനിക്ക് അറിയാവുന്ന കാര്യം വേറൊരു രീതി പ്രസന്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യ. എനിക്കറിയാവുന്ന അതുപോലെ ഞാൻ പറയും. അപ്പൊ വഴക്കിനുള്ളൊരു സാധ്യത കൂടുതലല്ലേ? എപ്പോഴും ഒരാള് പാവവും ഒരാള് അങ്ങനെയാണ്. അല്ല, സത്യം പറഞ്ഞാൽ വഴക്കുണ്ടാകൂല. ആ വഴക്ക് അത്ര ശാശ്വതമായിരിക്കത്തില്ല, പെട്ടെന്ന് തീരും. ഉള്ളതുപോലെ പറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ രാത്രിയിൽ. അതായത് ഒന്നും അവനവന്റെ തലയിൽ ലോഡില്ല. എന്ത് ലോഡ് കിട്ടിയാലും അപ്പൊ തന്നെ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. സമകാലീനായിട്ടുള്ള ഒരാൾ കൂടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ആരാത് കണ്ടോളൂ. മൈസൂർ ബോർഡറിൽ ഒരു എസ്റ്റേറ്റിൽ മക്കളും മല്ലികയുമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എറണാകുളത്താണ് താമസം. അവിടെ അദ്ദേഹത്തിന് സുഖമില്ല, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോൾ എന്നോട് ചോദിച്ചോടാ, ഒരു സിഗരറ്റ് വലിക്കുക എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങി വാ, വരത്ത് കഴിയുമ്പോൾ നമുക്ക് വലിക്കാത്തൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിപ്പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വളരെ മോശമായ ഒരു ന്യൂസാണ് കിട്ടിയത്. അവൻ നമ്മളിൽ നിന്ന് പിരിച്ചുപോയി. എന്തുമാവട്ടെ, സോമനെ പറ്റി പറഞ്ഞാലും സുകുമാരനെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇവരെല്ലാം പോയത് അവരവരുടേതായ തനതായ വ്യക്തിയെ മുന്നിനെ പതിപ്പിച്ചിട്ടാണ് ഈ രംഗത്ത് നിന്ന് പിരിഞ്ഞു പോയത് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ മതിച്ചേട്ടനും ഞാനും ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും മിക്കവാറും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം അവർക്ക് സ്വർഗീയ സ്ഥാനം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ കിട്ടാമത്തിലേക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു സിംഹാസനം അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ ചെന്നിട്ട് കാണാം എന്ന് പറയാനൊക്കെ ഉള്ളൂ. സത്യം കേട്ടോ. തലേ ദിവസം വന്നപ്പോൾ എൻ്റെ സിഗരറ്റ് വലി നിർത്താൻ ഇവള് കള്ളത്തരം പറഞ്ഞ് എന്നെ ഇവിടെ കിടത്തിയിരിക്കുക. അതൊക്കെ ചുമ്മാ തമാശ പോലെ രണ്ടുപേരും കൂടെ ചിരിയും ബഹളവും. അയ്യോ ഈശ്വര, അപ്പോഴൊക്കെ നമുക്കൊരു ചിന്ത പോലും ഇല്ല ഒരു വയ്യാതാവും പിന്നെ എന്നൊക്കെ. സ്വാമി സാറിന് ഈ നമ്മളീ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ അദ്ദേഹം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അതോ സജഷനുകൾ പറയുന്ന? കാരണം അദ്ദേഹം നിർമ്മാതാവാണ്, അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അപ്പം എപ്പോഴെങ്കിലും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ അല്ല, പുള്ളിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്ന ക്യാരക്ടേഴ്സ് ആയാലും പുള്ളിയുടെ അഭിനയ രീതി ആയാലും പ്രസൻറ്റേഷൻ ആയാലും കാരിക്കേച്ചർ എന്തായാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കായിരുന്നു. പുള്ളി അങ്ങനെ നമ്മളോട് കാരണം ഞാൻ മനസ്സിലാക്കിയത് സുഖേട്ടൻ്റെയൊക്കെ അഭിനയം പലതും സ്പോണ്ടേനിയസ്, ആ സ്പോട്ടിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശരിക്കും പുള്ളിയുടെ മനസ്സിലുള്ള പുറത്തേക്ക് വരുന്നത്. അപ്പം മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നുമില്ല മൂപ്പർക്ക്. ഞാൻ പറയാം, ഒരു ഇതിനകത്തൊരു സീനിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. സീവയിൽ അങ്ങനെ 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 ചൊറിയും. അതുപോലെ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ആ സ്പോട്ടിൽ വരുന്ന
അങ്ങനെ പല വിധത്തിലുള്ള ബോഡി ലാംഗ്വേജും പുള്ളിക്ക് ചേഞ്ച് ഉണ്ടാവും. അതെന്നോട് പിന്നീട് സായികുമാർ ഞാൻ അതാ പറയാൻ വന്നേ. ആ ആ സായിയേട്ടൻ അത് ചെയ്തപ്പം ഒരു അത് തന്നെ അത് തന്നെ അത് തന്നെ ആ. അത് തന്നെ. പിന്നീട് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കും അത് ആ സ്പോട്ടിൽ അപ്പൊ ചെയ്തതാ, ഓ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല അത്. അല്ല സത്യം, ഈവൻ സ്കൂളുകളിൽ പോലും പിള്ളേരൊക്കെ ഈ CBI കുറിപ്പിന്റെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു തോമാച്ചനോട് ഒരു ചോദിക്കുമ്പോൾ മുഖത്തിന്റെ ഒരു ജാടയൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താ അല്ല അതുപോലെ ഡയലോഗ് എന്തോ സ്വാമി തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ചൻ പറയും, അങ്ങനത്തെ ഒരു ഡയലോഗ് ഇല്ലേ അതെ. ബഹദൂർക്കയോടെ പറഞ്ഞത്, നിങ്ങൾ മിണ്ടായിരുന്നത് അവിടെ ഈ ചൊറിച്ചിൽ എന്തിനാണോ ചത്തവരോ പോയി ജീവിച്ചിരിക്കുന്നവര് എന്തിനാണോ വെറുതെ വിട്ടുവിട്ടത്? ഞങ്ങള് വെറുതെ ഒരു കൗതുക ചോദ്യമാണ്, സാധ്യതയില്ലാത്ത ഉത്തരവായിരിക്കും കിട്ടുന്നത്. ഞാൻ എന്നാലും അതിന്റെ ഒരു രസം ചോദിക്കുകയാണ്. ഞാൻ കാണുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജില് സുമാന സാറിനെ അനുകരിക്കുമ്പം അമ്പടിക്കള്ളി ഈ സാധനം എപ്പോഴേലും അമ്പടിക്കള്ളി എന്ന് വിളിച്ചിട്ടുണ്ട്? എന്നെ വിളിച്ചിട്ടില്ല. ഞാനിത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. കാണുന്നവർ മുഴുവൻ ഈ അമ്പടിക്കള്ളി മക്കളോട് ഞാൻ പറയും, ഏതോ ഒരു സിനിമയിലെ കണ്ട അമ്പടി കള്ളി ഞങ്ങളുടെ ഒരിക്കൽ പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ വിളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ പറയാനായിട്ട് ജീവിതത്തിൽ പറയാൻ എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ, പക്ഷെ വിളിച്ചിട്ടില്ല. മറ്റേ വീട്ടിൽ ഭയങ്കര സീരിയസ് ആ എപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനത്തെ ചില പിള്ളേരുമായിട്ട് ഭയങ്കര കളിയാണ്, ഡാൻസും കൂത്തും കളിയും. മറ്റേ ഞങ്ങളുടെ വീട് വലിയൊരു മുറ്റമുണ്ട്, അവിടെ ക്രിക്കറ്റ് കളിച്ച് നമ്മുടെ വീട്ടിലെ ജനലിൽ പൊട്ടിയാലും പോട്ടെ ഗ്ലാസ്, അപ്പുറത്തെ വീട്ടിലെ കൂടെ പൊട്ടിക്കും. എന്നിട്ട് സോറി ഞാനൊരു 6 അടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അവരോട് ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ തേണ്ട വെഞ്ഞാറമൂട് ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ഥാപനമൊക്കെ നടന്നത്. എപ്പോഴും പറയാം മോന്, ആൻറ്റി ആ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ അങ്കിൾ ഞാൻ മാറ്റി തരാം, നാളെ തന്നെ മാറ്റാൻ കിട്ടുന്നൊക്കെ പറ്റും. പക്ഷേ അത് അവരാരും സമ്മതിക്കത്തില്ല. ചുമ്മാ സാറേ അവരുടെ മക്കളും കൂടെ വരും. അങ്ങനത്തെ എല്ലാവരുമായിട്ട് വലിയൊരു ജോവിയലാണ് പുള്ളി. ഞാൻ അങ്ങനെ ഒരു കുടുംബിനി കാര്യങ്ങളൊക്കെ നോക്കണം നീ എന്നുള്ളൊരു. പൃഥ്വിരാജ്, രാജുവിനെ പറ്റി പറയുന്നത്, രാജു പിന്നെ ടപയെന്ന് പറഞ്ഞ് എഴുതി സിനിമ എഴുതുന്ന വെച്ചാൽ സ്ക്രിപ്റ്റിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ, കൃത്യമായ സജഷനുകൾ സിനിമയ്ക്ക് വേണ്ടി പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സിനിമയിൽ? പറയുമായിരുന്നു, അഭിപ്രായം പറയുമോ സിനിമയില്? ഞാൻ കണ്ടിട്ടില്ല അത്. സ്വാമി സാറിനല്ലേ, സ്വാമി സാറിന്റെ സ്ക്രിപ്റ്റിന് അതാ. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ അവസാനം കേട്ടാലേ വലിയ ഉത്സാഹം അസുഖമുണ്ട്. അതെപ്പോഴും പറയുമല്ലോ സ്വാമിയുടെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ അതിന്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ. സുഖേട്ടന്റെ ഒരു സ്റ്റൈലിന് ഇഷ്ടപ്പെട്ട ഡയലോഗ് ആയിരിക്കും അത്. നമുക്ക് ഇന്ന ആളാണ് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഡയലോഗ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. അതുപോലെ ഈ സ്വാമി സാറിന്റെ സ്ക്രിപ്റ്റിലെ വെറുതെ ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു സാക്ഷ്യം പറഞ്ഞ അവസാനം പ്രതി മാറിപ്പോവും. 9 മണിക്ക് ഗ്ലാസ് ഇവിടെ ഇരുന്നു, 10 മണിക്ക് ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രതി മാറിപ്പോയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു ഓർമ്മകളിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിരവധി ചിത്രങ്ങളിൽ ഹീറോ ആയിട്ടുള്ള ഒരാളാണ്. മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ നാൾവഴികൾ എഴുതിയാൽ ഒരുപാട് പേജുകളിൽ അദ്ദേഹത്തിന്റെ പേര് ഉറപ്പായും എഴുതപ്പെടും. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണം സ്വീകരിച്ച് വന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട താരം ശ്രീ ജോസ്. പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ വിചാരിക്കും എവിടെ പോയോ ഇടയ്ക്കിടയ്ക്ക്. നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, അത് ഒരു 2000-ലൊക്കെ ഒരു അനശ്വര നടൻ ജയന്റെ ഒരു തരംഗം വീണ്ടും ഉണ്ടായല്ലോ. അപ്പം ഞാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ ഉല്ലാസ പൂത്തിരികൾ എന്നുള്ള പാട്ട് വെച്ച് ഇങ്ങനെ വരും. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പാട്ട് കണ്ടിട്ടുണ്ടോ? അപ്പം എന്നൊക്കെ പറയും. ഇതിലാരാ അഭിനയിച്ചോ? ജയൻ സാറാണ് എന്ന് പറയും. അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടിൽ അഭിനയിച്ച ആള്, ആ പാട്ടിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച ഒരാൾ, ആ പാട്ട് ജയൻ സാറിന്റെ പാട്ടാണെന്ന് കുറച്ചധികം ആളുകളെങ്കിലും വിചാരിക്കാൻ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ കാരണമായിട്ട് അല്ലേ? അങ്ങനെ അത് എന്റേതാണെന്ന് സംശയിച്ചത് മിമിക്രിയിൽ അതിന് മുമ്പുള്ളവർക്ക് ഈ പ്രശ്നമില്ല. ഈ 2000-ൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ പാട്ടെടുത്ത് വെച്ചിട്ടാണ് അത് ആ പാട്ടിന്റെ ഓണർഷിപ്പ് അങ്ങോട്ട് പോയത് അല്ലേ? ജോസ് സാർ നമസ്കാരം, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ഒരു 10-ഓളം സിനിമകളുണ്ടല്ലേ സുഖേന്റെ കൂട്ടത്തില്? ഓൾമോസ്റ്റ്. കുടുംബം ഒരു ശ്രീകോവിൽ എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ കാവൽമാടം, കാവൽമാടം ശരി, അത് ത്രൂ ഔട്ട് ഉണ്ട്. അതല്ല കലിക, അങ്ങാടി അല്ലേ? പിന്നെ അമ്പൽപ്പൂവ്, അഹിംസ, CBI,
സന്ദർഭം, അങ്ങനെ കുറെ അധികം സിനിമകളിൽ ആ സമയങ്ങളിലുണ്ട്. നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു ആ സമയങ്ങളിലുള്ളത്? ഈ പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും ഷൂട്ടിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ സുഖു പോകുന്ന എറണാകുളം എയർപോർട്ടിലോട്ടായിരിക്കും. അപ്പോൾ ഓൺ ദ വേ എൻ്റെ വീടുണ്ട്, ഞങ്ങളവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് അല്ല തിരിച്ച് പുള്ളി ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് കണ്ട് മറ്റേ ഫോണില്ലേ ഇങ്ങനെ നമ്പർ പ്ലീസ്, ട്രങ്ക് ബുക്ക് ചെയ്യുന്ന പരിപാടിയാണോ അതോ? ആ ഫോണിൽ മക്കളെ വിളിച്ച് ട്രിവാൻഡ്രത്ത്. അപ്പോഴാണ് ഞാൻ മോൻ്റെ പേര് പൃഥ്വിരാജ് എന്നും ഇന്ദ്രജിത്ത് എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, സുഖേട്ട എന്തിനാ ഈ രാജുവിനെയും പൃഥ്വിനെയും ഈ സൈനിക് സ്കൂളിൽ പഠിപ്പിക്കണത്? അവരെ ഞാൻ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയാ പറഞ്ഞു. അവർ പട്ടാളക്കാരാവണം, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ പറഞ്ഞ കാര്യം നമുക്കൊന്ന്, ഈ പറഞ്ഞ കാര്യമല്ല എങ്കിലും ഒരാള് സ്റ്റേറ്റ്മെന്റുമായിട്ട് വരുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ഛൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. കാരണം അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ലിവിങ് എക്സാമ്പിളായിരുന്നു. കാരണം ഒരാൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ നമ്മളെങ്ങനെ വേണം, ഹാർഡ് വർക്കിലൂടെ നമുക്ക് ലൈഫിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരാളാണ് ശ്രീ സുകുമാരൻ. കാരണം അച്ഛനൊരു മൾട്ടി ഫാസറ്റഡ് പേഴ്സൺ ആണ്. അച്ഛനെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പലർക്കും അറിയുള്ളൂ. പക്ഷേ അതല്ലാതെ അച്ഛനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററായിരുന്നു. അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ജോലികൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒന്നിൽ എല്ലാം ഒരുപോലെ തന്നെ ഒരേ പാഷനോട് കൂടി വളരെ പാഷനറ്റായിട്ട് ഫോളോ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛൻ ശ്രീ സുകുമാരൻ. പടയണി എന്ന് പറയുന്ന ഒരു സിനിമയിലോ മറ്റേ ഇവർ രണ്ടുപേരും അതെ ഒരു സിനിമാ സ്ക്രീനിലാകും വെച്ച് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ? അതെ, മോഹൻലാലിന്റെ ചെറുപ്പമായിട്ട് ഇന്ദ്രനാണ് അഭിനയിച്ചത്. അത് സുഖേട്ടന്റെ പടമല്ലേ? അതെ, സ്വന്തം പടം, ഞങ്ങളുടെ സ്വന്തം പടമാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത. ഇരകളൊക്കെ എടുത്തപ്പോൾ സുഖേട്ടൻ അങ്ങ് ബിസിനസ് ഭയങ്കര, കാരണം ഇരകൾ എടുത്ത് കുറച്ചൊരു നഷ്ടമൊക്കെ വന്നു. അപ്പം ആ ഒരു കാര്യം ചെയ്യാം, വേറൊരു കമേഴ്ഷ്യൽ പടം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരകൾ, അപ്പം നല്ല പടമാണ്, ഇരകൾ അവാർഡൊക്കെ കിട്ടിയത്. അതിന് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഇത്, അപ്പോൾ ആ കിടന്ന പൈസ കളഞ്ഞല്ലോ എന്നുള്ളൊരിത്. അത് അദ്ദേഹം ഭയങ്കര സമ്പാദിക്കാനൊക്കെ ഭയങ്കര ദീർഘവീക്ഷണ ബുദ്ധിയാണല്ലോ. അങ്ങനെ പടയണി എടുക്കുന്നു. അന്നൊക്കെ ഈ സിനിമ സ്വാമിക്കൊക്കെ അറിയാം, മൊത്തം ഔട്ട്റേറ്റ് കൊടുക്കും. നമ്മളൊരു പടം എടുത്ത് ഇത്ര രൂപ ലാഭത്തിന് പടം മൊത്തമായിട്ടങ്ങ് കൊടുക്കും. അങ്ങനെ അങ്ങ് കൊടുത്തു. അപ്പം അതിനകത്തൊരു 4-5 ലക്ഷം രൂപ ലാഭം കിട്ടി. മറ്റേത് പോയ കാശ് ഇതിലിഞ്ഞ് വന്നു. അപ്പം ആ പടത്തിനകത്ത് ഇതുപോലെ ഒരു ചെറിയ പാട്ട് സീനിലും ഒക്കെ ഉണ്ട് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ അന്നേ വലിയ ഈ സിനിമയ്ക്കകത്ത് അച്ഛാ എങ്ങനെ അച്ഛാ, അത് രണ്ടുപേർക്കും ഉണ്ടാകും കേട്ടോ. ചെറുപ്പത്തിലെ ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും അദ്ദേഹമായിട്ട്. അങ്ങനെ ഒരു ബാലതാരമായിട്ട് ഇന്ദ്രയത്തിൻ്റെ ഫസ്റ്റ് പടം പടയണി തന്നെ. എന്ത് കാര്യം 2 ദിവസം ഒരു ഷൂട്ടിങ്ങില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാലും ഒക്കെ മക്കളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ. ഭയങ്കര ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അവധിക്കാലത്ത് 2 ബുക്ക് എടുത്ത് കൊടുത്തിട്ട് ഇത് എഴുതണം, എഴുതിയിട്ട് എന്താണ് ഈ പുസ്തകം വായിച്ചപ്പോൾ നിനക്ക് തോന്നിയ ഒരു സന്തോഷമാണോ, എന്താണ് ഇതിൻ്റെ ഒപ്പീനിയൻ, എന്താണ് കഥ, എങ്ങനെയായിരുന്നു നറേഷൻ, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ അച്ഛനാണ്. അതൊക്കെ അച്ഛൻ്റെ ജോലിയായിരുന്നു. ജോസാർ, ഈ ലൊക്കേഷനിലെ നമ്മൾ ഓരോ കാലഘട്ടത്തിലെ സിനിമ മാറുക, സിനിമയുടെ സ്വഭാവം മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുണ്ടല്ലോ. നിങ്ങൾ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷനൊക്കെ ഈ സിനിമയുടെ സമയത്ത് നടത്താറും കിട്ടാറും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടൊക്കെ? കാരണം ഇപ്പം നമ്മൾ കാരാവാനിൽ സെപ്പറേറ്റ് മുറിയിൽ പോകും. നമ്മൾ കേട്ടിട്ടുള്ള അന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കഴിക്കുകയും വലിയ പ്രോട്ടോകോളുകൾ ഇല്ലാത്തൊരു കാലത്തല്ലേ നിൽക്കുന്നത്. അന്ന് മിക്കവാറും ഇങ്ങനെ എല്ലാവരും കൂടി ഒരു റൂമിലിരുന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും വന്നിട്ട് നാളെ എടുക്കുന്ന 1-2 സീൻ ഇതാണ് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇതുപോലെ ഇരുന്നിട്ട് കോമൺ ആയിട്ട് ഇരുന്നിട്ട് പറയുമായിരുന്നു. അതൊരു നമുക്കൊരു ഭയങ്കര അപ്പം നമുക്കൊരു ഇംപ്രവൈസേഷൻ മാതിരി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അതൊന്നും കണ്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതല്ല, സുകുമാരൻ സാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിലൊരു സിനിമാ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിർമ്മാണത്തിൽ പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? അതിങ്ങനെ ലൊക്കേഷൻ അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഒരു പടം ഡയറക്റ്റ് ആയിരുന്നു, പാടം പൂത്ത കാലം പേരൊക്കെ ഇട്ടിട്ട് അതിനകത്തൊരു നല്ല വേഷം. അപ്പം എൻ്റെ പോലെ എൻ്റെ മനസ്സിലാ രൂപം നമ്മുടെ ജോസ് ആയിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും എനിക്ക് നല്ലോണം അറിയാം. ആ സ്ക്രിപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, കോട്ടയത്ത് ഇരിപ്പുണ്ടത്. പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്.
അവിടെ ആ CSIയിലൊക്കെയുള്ള ഒരു അനിയൻ, പുള്ളിയുടെ പേര് അവിടുത്തെ കോളേജിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് സംഗീതം നന്നായിട്ട് പാടുന്ന ഒരാൾ ഒക്കെ ട്യൂൺ ചെയ്യിപ്പിച്ച് ഒക്കെ ഇട്ട് വെച്ചു നമുക്ക്. പിന്നെ അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ജോസായിരുന്നെന്ന് ഒരു ക്യാരക്ടർ ചെയ്യിക്കാനായിട്ട് എൻ്റെ ജോസ് കറക്റ്റ് ആയിരിക്കും അതിന് എന്ന് പറയായിരുന്നു. അത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അറിയത്തില്ല. എനിക്കിപ്പോ ന്യൂസാണ് ഇപ്പൊ പുതിയ വാർത്തയാണ് സത്യം പറഞ്ഞാൽ. എനിക്കറിയാം അതിൻ്റെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ ഇന്ന ക്യാരക്ടേഴ്സിന്. അതായത് സംവിധാനം ചെയ്തേനെ ഒരു 4-5 മാസം കൂടെ അസുഖമൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നടന്നേനെ. അത് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് എനിക്ക് രാജു സംവിധായകനായപ്പോൾ ഒരു പരിധി വരെ എനിക്കൊരു സന്തോഷം തന്നത്. പക്ഷെ അവൻ്റെ അച്ഛൻ തള്ളി വിട്ടതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈശ്വര, രാജുവിന്റെ ഫസ്റ്റ് ഫിലിം നന്ദനത്തിൽ എനിക്ക് തോന്നുന്നു സുമാന സാറിന് ഒരു ഫോട്ടോ വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ടും അതാ. ഫസ്റ്റ് ഷോട്ട് അതാണ്. ഞാനുണ്ടെന്ന് അവിടെ സുഖേട്ടൻ്റെ പടത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അച്ഛൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിയും മോനും കൂടെ ആ പടത്തെ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിലൊരു നിറവ്. ഈശ്വര, അവൻ ആദ്യമായിട്ടൊരു ഷോട്ട് അഭിനയിച്ചപ്പോൾ സുഖേട്ടൻ്റെ മുമ്പിൽ തന്നെ എനിക്കത് വലിയ സന്തോഷം തോന്നി. അന്ന് രഞ്ജിത്ത് സുഖേട്ടൻ മോൻ പറഞ്ഞു അച്ഛൻ്റെ പടം തന്നെ വയ്ക്കട്ടെ. ഞാൻ അതിനെന്താ മോനെ നല്ലതല്ലേ, അച്ഛനെ തൊഴിലിട്ട് തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞ് എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു കണ്ണു നിറഞ്ഞു. വലിയൊരു യാദൃശ്ചികത ഇതിനിടയിൽ അതുമായിട്ട് ബന്ധമില്ലേലും ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടത്തിലും യാദൃശ്യമായിട്ട് സാറിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതിൽ ചാക്കോച്ചന്റെ അച്ഛനായിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്നത് സാറിന്റെ ഫോട്ടോ ആണ് വച്ചിരിക്കുന്നത്. അപ്പം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇത് രണ്ടിലും കൂടെ അറിയുന്ന ചില ആളുകളുണ്ടല്ലോ. ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ അറിയാം, ചിലപ്പോൾ അറിയാത്ത കുറെ സിനിമാ കാര്യങ്ങൾ ഉണ്ടാവും. കുറെ സിനിമാ കാര്യങ്ങൾ അറിയാം, കുറെ അറിയാത്ത പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ രണ്ടിടത്തും ഉണ്ടാവും. നമ്മൾ നിഴൽ പോലെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയും. എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ, കൂടെ നടക്കാൻ. അങ്ങനെ ഒരാളും കൂടെ വരുന്നുണ്ട്. വേണേ ഒരു പേര് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അവസരം തരും. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു സന്തത സഹചാരിയായിട്ട് സുമാര സാറിനോട് ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ലേ, സിദ്ധു പനക്കിൽ, ഞങ്ങളുടെ സിദ്ധാർത്ഥനെ ഒരു മൂത്ത മോൻ്റെ സ്ഥാനത്താണ് സുഹോട്ടൻ വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം ഞങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ ഒരു മൂത്ത സഹോദരനെ പോലെ സിദ്ധാർത്ഥൻ അത് എല്ലായിടത്തും എഴുതിയിട്ടുമുണ്ട്. ഞങ്ങളങ്ങനെ അതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ സ്നേഹിച്ചു പോയതാണ്. അങ്ങനെ അവസാനം പിന്നെ 7 ആർട്സ് വിജയകുമാറിൻ്റെ സ്വാതിരുന്നാളോ അങ്ങനെ എന്തോ ഒരു പടം വന്നപ്പോൾ സുഹോട്ടൻ തന്നെ പറഞ്ഞു സിദ്ധാർത്ഥനൊരു ലക്ഷ്യം വേണ്ടേ. പക്ഷേ എന്തായാലും സിദ്ധാർത്ഥൻ്റെ ജാതകം നല്ലതായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റം. ഇപ്പം അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും കാണാനും സമയമില്ല. ഇതൊക്കെയാണെങ്കിലും ശരി, വൈകുന്നേരം ഒരു 6 മണിക്ക് കണ്ടാലും രാവിലെ ചെയ്ത ഇൻസർട്ട് ഒരു തലി ചുളുങ്ങാതെ ഉൾക്കൈ ബട്ടൺസ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ബട്ടൺസ് ഒന്ന് ഇളക്കി വെക്കുമോ ചുളുങ്ങോ ഇല്ലയോ എന്ന് വേണേ നമുക്ക് ഇപ്പൊ നോക്കാം. ഷർട്ട് ഇട്ട പിന്നെ ഇസ്ത്രീ ഇട്ടിട്ടാ ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോ ഈ പ്രശ്നം നമുക്കിപ്പോ തീർക്കാം, നേരിട്ട് കണ്ടു നോക്കാമല്ലോ. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവരുടെ സിദ്ധാർത്ഥൻ. നമുക്കെല്ലാം അറിയുന്ന നിരവധി ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായും നിർമ്മാതാവായും ഒക്കെ നമുക്കറിയുന്ന സിദ്ധു പനക്കൽ. വയ്യ, ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ. മൂത്ത മോന്റെ സ്ഥാനത്ത് ഒരാളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാണാനും ഇല്ല, ഒരു രക്ഷയില്ല. ഭയങ്കര ഫേസ്ബുക്കിൽ എപ്പോഴും കാണും. നിങ്ങളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ഞങ്ങളിവിടെ സിദ്ധാർത്ഥന്റെ ഷർട്ടിന്റെ ഈ ബട്ടൺസിന്റെ കഥ പറഞ്ഞു കേട്ടോ. ഇതൊന്നും ആരെങ്കിലും ഒന്ന് പൊട്ടിച്ച് വെക്കാമെങ്കിൽ രാവിലെ മറ്റേ 5:30 മണിക്ക് വിളിക്കും. ഇത് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ച് വെച്ചാൽ ഇത് ഇടാൻ പറ്റിയില്ല, അത് തയ്ച്ചിട്ടേ. ഇല്ല, ഞാൻ അതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഈ ഷർട്ട് പൊട്ടിച്ച് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഷർട്ട് തേച്ചിട്ട് തലയുടെ അടിയിൽ വെക്കും. കാരണം ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർത്തിട്ട് സമയത്ത് തന്നെ ചെല്ലാലോ വിളിക്കാൻ. പക്ഷെ ഇത് ഒരു ജോസേട്ട ലൊക്കേഷനിലൊക്കെ പോയാൽ കാണാം, ഒരു 7 മണി 8 മണിക്ക് ഈ ഒടിവുണ്ടാവും. ഈ മടക്കി തേച്ച് സാധനമൊക്കെ തേച്ച് നിൽക്കുന്ന സിദ്ധേട്ട ഇപ്പം പറഞ്ഞു 18ാമത്തെ വയസ്സിൽ അവിടെ ചെന്നു പറഞ്ഞു. എങ്ങനെയാ ചെന്നു? അതെ. ഞാൻ ആദ്യം തുടങ്ങുന്നത് 80 ആണ്. അന്ന് അവിടെ 14-15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ളൂ. നസീർ സാറിൻ്റെ കൂടെ മലയാള ചലച്ചിത്ര പരിഷത്തിലാണ് ഓഫീസ് ബോയ് ആയിട്ട് ചെന്നൈയിൽ. അപ്പോൾ ഈ ഓഫീസ്, അതായത് അന്നത്തെ അമ്മ ചലച്ചിത്ര പരിഷത്ത്, മലയാള ചലച്ചിത്ര സാറ്, TK ബാലചന്ദ്രൻ. ഇല്ല, അത് തുടങ്ങിയത് MO ജോസഫ് സാറ് രാമകാരിയായിട്ട് മഞ്ഞിലാസിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഓഫീസ്. അത് കഴിഞ്ഞ് അത് ഈ നസീർ സാറിനൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാർ നൈറ്റ് നടത്തി കേരളത്തിൽ. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഈ സുകുമാരി ചേച്ചി സൗത്ത് ബോഗ് റോഡിൽ സുകുമാരി ചേച്ചി വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു 6-7 ഗ്രൗണ്ട് സ്ഥലം വാങ്ങിച്ചു. എന്നിട്ട് അവിടെ
അതിൻ്റെ ഓഫീസ് തുടങ്ങി പുതുതായിട്ട്. അവിടുത്തെ ഓഫീസ് ബോയ് ആയിരുന്നു ഞാൻ. അങ്ങനെയാണ് അതാണ് ഞങ്ങളുടെ കാലം. ഒറ്റ 80 പ്രോഗ്രാമിൽ ഞങ്ങൾ 6 സെന്റ് സ്ഥലം വാങ്ങിച്ചറിയാവോ? 6 സെന്ററിൽ വെച്ച് 6 ഗ്രൗണ്ടാണ്. 6 ഗ്രൗണ്ട് ശരിയാ. അപ്പൊ 6 ഗ്രൗണ്ട് എത്ര സെന്റ് കാണും? 5.5 സെന്റ് ഒരു ഗ്രൗണ്ട്, 5.5 സെന്റ്. അപ്രോക്സിമേറ്റ്ലി 5 സെന്റാണ് ഒരു ഗ്രൗണ്ട്. ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഇടവേള ബാബുച്ചേട്ടൻ ഇപ്പൊ തലയിറങ്ങി വീണേനെ. എത്രയോ ഷോ നടത്തിയിട്ട് ഒരു ഓഫീസ്. അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ഓഫീസ് ബോയ് ആയി. അവിടെ ഓഫീസ് ബോയ് ആയിട്ട് അവിടെ വന്ന് നസീർ സാറാണ് പ്രസിഡന്റ്. നസീർ സാറ്, MO ജോസഫ് സാറ്, TK ബാലേന്ദ്ര സാറ്, TH കോടമ്പുഴ സാറ്, GP ബാലൻ സാറ്, KP ഉമ്മർ സാറ്, ഇവരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്. പ്രഭു സാറുണ്ട്, N ശങ്കരൻ നായർ സാർ വൈസ് പ്രസിഡന്റ്. അന്തിക്കാട് മണി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഈ ഡബ്ബിംഗ് സിനിമകളൊക്കെ എഴുതുന്ന ആളൊക്കെ. പുള്ളിയായിരുന്നു സെക്രട്ടറി. അപ്പോൾ അവിടെ ഓഫീസ് ബോയ്, അതാണ് തുടക്കം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ആൽവിൻ ആൻ്റണി എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആൻ്റണിയുടെ സ്ഥലത്ത് ഞാൻ ആൻ്റണിയുടെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ അവിടെ KR ജോഷി, അന്ന് സുകുമാർ സാർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്, നമ്മുടെ പടയണി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ എനിക്ക് സിനിമയിലേക്ക് വരാൻ, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സിനിമയിലേക്ക് തന്നെ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആന്റണിനെ പരിചയപ്പെട്ടപ്പോൾ ആന്റണി പറഞ്ഞപ്പോൾ സുകുമാർ സാറിൻ്റെ പടം തുടങ്ങുകയാണ്. അപ്പോൾ ആന്റണി എന്നോട് പറഞ്ഞത്, ഇപ്പോൾ KR ജോഷി എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, TS മോഹൻ സാറാണ് അതിൽ ഡയറക്ടർ. മമ്മൂട്ടി സാറ്, ലാലേട്ടൻ, ദേവൻ സാറ്, ശോഭന ചേച്ചി, സുകുമാർ സാറൊക്കെയാണ് അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ. പിന്നെയുണ്ട് കുറേ ആൾ, ബാസി സാറ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സിനിമയിലെ ആഗ്രഹം മനസ്സിലാക്കിയപ്പോൾ ആന്റണി പറഞ്ഞു, ഞാൻ സാറിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. പരിചയപ്പെടുത്താൻ നല്ല ശരിക്കും ആന്റണി പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഷൂട്ടിങ്ങിൻ്റെ, അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലേക്ക് വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പതുങ്ങിയൊക്കെ നിൽക്കണം. കാരണം സാറ് കണ്ടാൽ നമുക്ക് ഈ ഷൂട്ടിങ്ങിന് ഇല്ലാത്തൊരാൾ, ആ സെറ്റിലില്ലാത്തൊരാളെ കണ്ടാൽ സാറിന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ധാരാന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയിരുന്നു. അതിലിടയ്ക്ക് ഒരിക്കൽ എന്നെ കൊണ്ടുപോയിട്ട് ചേച്ചീനെ പരിചയപ്പെടുത്തി. സാറില്ല അവിടെ, ചേച്ചീനെ മാത്രം പരിചയപ്പെടുത്തിയിട്ട് പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൻ്റണിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ആ പടത്തിൽ നിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ പുള്ളിക്ക് എന്താ നാട്ടിലെന്തൊരു ആവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് സാറ് ഈ ജോഷിയേട്ടനായിട്ട് സംസാരിക്കുന്നത്, KR ജോഷി എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ ചോദിച്ചു, നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പയ്യനെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോഷിയേട്ടനൊരു, അപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു പരിചയമുള്ളൊരു പയ്യനുണ്ട്, ആൻ്റണി ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്, നല്ല പയ്യനാന്ന് തോന്നുന്നു ജോഷി സാറിന് ജോഷിയേട്ടൻ സുകുമാർ സാറിനോട് പറയുന്നു ഒരു ദിവസം രാത്രി വീട്ടിലിരുന്നിട്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സാറിനെ കാണാൻ ചെന്നു. സാറിനെ കാണാൻ ചെല്ലുമ്പോൾ സാർ അന്ന് ന്യായവിധി, ആവനാഴി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന കാലമാണ്. തലയൊക്കെ മുട്ടടിച്ചിട്ട് മുടി മുളച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഞാനവിടെ ചെന്ന് നിന്നിട്ട് സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര തീക്ഷ്ണമായ കണ്ണുകളാണ് സാറിൻ്റെ. അതായത് നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ചുഴിഞ്ഞെടുക്കാൻ പറ്റും പാകത്തിലുള്ള അത്രയും തീക്ഷ്ണമായ നോട്ടുള്ള ആളാണ്. പുള്ളി സിനിമയിലും കാണാം അങ്ങനെ ചില നോട്ടൊക്കെ കണ്ട ആൾ പേടിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പേര്? സിദ്ധാർത്ഥൻ. എവിടുന്ന്? നാടെവിടെ? ഗുരുവായൂർ. തനിക്ക് എൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ച് മറുപടി പറഞ്ഞു, ഈ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയൊക്കെ അകത്തുണ്ടായിരിക്കും, വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചേച്ചി. അപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ എൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാക്കുക എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോയിൻറ്റ് ചെയ്ത് മാത്രമല്ല, എന്നോട് ചോദിച്ചു, സാർ താൻ എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വടപഴനിയിലാണ് എൻ്റെ ഒരു അമ്മായിൻ്റെ ഒരു ബന്ധുണ്ട്, അവിടെ താമസിക്കാൻ പറഞ്ഞു. തനിക്ക് ഇവിടെ താമസിച്ചൂടെന്ന് ചോദിച്ചു. പിന്നെ ഇത് കേട്ടത്രയും വലിയ സന്തോഷം. ആ കാലത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പെട്ടിയും പ്രമാണമല്ല പെട്ടി മാത്രം എടുത്തിട്ട് സാറിൻ്റെ വീട്ടിൽ താമസം തുടങ്ങി. അങ്ങനെ എത്ര കൊല്ലം? പിന്നെ ഈ പടയണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ. അപ്പോൾ സാർ എനിക്ക് ഒരു ശമ്പളം തീരുമാനിച്ചു. ഈ പടത്തിന് സാറിൻ്റെ കൂടെ നിൽക്കുന്നതിനൊരു ശമ്പളം, അതുകൂടാതെ ഈ പടത്തിന് ഒരു എമൗണ്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പടയണി കഴിഞ്ഞ കാലത്താണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, നമ്മൾ ഉടനെ കണ്ടിന്യൂസ് സിനിമ എടുക്കും, സിദ്ധാർത്ഥിന് പ്രൊഡക്ഷൻ മാനേജറായിട്ട് തുടരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാറ് വീണ്ടും അഭിനയത്തിൽ ഭയങ്കര തിരക്കായി പോയി. പിന്നെ ഒരു സിനിമ പിന്നീടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട്. നിങ്ങളും ആ സമയത്ത് ഈ കഥ കേൾക്കലും പരിപാടികളൊക്കെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ അത്ര ഉണ്ടോ? അതൊരു വലിയ സംവിധായകരൊക്കെ ആണെങ്കിൽ കഥ പറച്ചിലൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ പോലുള്ള വിശദമായ പറച്ചിലൊന്നുമില്ല. ഒരു പടമുണ്ട്, ഡേറ്റ് ഇതാണ് ക്യാരക്ടർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന ഡേറ്റിൽ ഞാൻ വരും, അത് ഞാൻ എഴുതിത്തരാം, ഡേറ്റ് എഴുതിത്തരാം, നീ നോട്ട് ചെയ്തേക്കണം, ഡയറിയിൽ എഴുതിയേക്കണം, ആർക്കും കൊടുക്കരുത്, ആ ഡേറ്റ് വേറെ ആർക്കും കൊടുക്കരുത്. അത്ര വലിയ ആൾക്കാർ പറയുള്ളൂ. സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള അതൊന്നും അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആരും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടും ഇല്ല.